വെൽക്കം ടു ടുഡേയ്സ് സെഷൻ. നമ്മൾ ആദ്യം നോക്കുന്നത് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണെന്നാണ്. ആക്ച്വലി മോഡുലാർ പ്രോഗ്രാമിംഗ് ഈസ് എ സോഫ്റ്റ്വെയർ ഡിസൈൻ ടെക്നിക്. അതൊരു സോഫ്റ്റ്വെയർ ഡിസൈൻ ടെക്നിക്കാണ് ദാറ്റ് എംഫസൈസിങ് ഓൺ സെപ്പറേറ്റിംഗ് ദ ഫങ്ഷനാലിറ്റി ഓഫ് എ പ്രോഗ്രാം ഇൻ ടു ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർചേഞ്ചബിൾ മോഡ്യൂൾസ്. ഓക്കെ, അതിനെ എന്താണ് ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ടെക്നിക്കാണ്. അത് ഫോക്കസ് ചെയ്യുന്ന സെപ്പറേറ്റിംഗ് ദ ഫങ്ഷനാലിറ്റി ഓഫ് എ പ്രോഗ്രാം ഇൻ ടു ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ഇൻ്റർചേഞ്ചബിൾ മോഡ്യൂളായിട്ടും ഡിവൈഡ് ചെയ്യുന്നു, such that each contain everything necessary to execute only one aspect of the desired functionality. അപ്പോൾ ഇതാണ് മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ ഡെഫിനിഷൻ. ഒരു ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാകും. ഓക്കെ, സോ വിൽ ബി ഗോയിങ് ത്രൂ ദ ഇമേജ് റെപ്രസെൻറ്റേഷൻ ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ഈ ഇമേജ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന എന്താ, ആപ്ലിക്കേഷൻ 1ഉം ആപ്ലിക്കേഷൻ 2ഉം ഉണ്ട്. അതിനെ ഓരോ ആപ്ലിക്കേഷനെയും രണ്ട് മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അറിയാം, ആപ്ലിക്കേഷൻ 1 മോഡ്യൂൾ 1 മോഡ്യൂൾ 2 ആക്കി ഡിവൈഡ് ചെയ്തു, ആപ്ലിക്കേഷൻ 2ഉം മോഡ്യൂൾ 1 മോഡ്യൂൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഓരോ മോഡ്യൂളിനെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രണ്ട് ഫങ്ഷൻസ് വെച്ച് പിന്നെയും സബ് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ആപ്ലിക്കേഷനിൽ എവിടെയെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് എറർ എന്നുള്ളത് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആക്സസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ മോഡ്യൂൾസായിട്ട് ഡിവൈഡ് ചെയ്തിരുന്ന് കഴിഞ്ഞുള്ള ഡീമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഉള്ള എറർ കണ്ടുപിടിക്കുന്നതൊക്കെ ഡിഫിക്കൽട്ടായിരിക്കും. കാരണം വലിയ കോഡൊക്കെ ആയിരിക്കുമല്ലോ മിക്കവാറും ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് നമുക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ്. അപ്പം ഇങ്ങനെയുള്ള മോഡുലാർ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മോഡ്യൂൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എറർ ഡിറ്റക്ഷനൊക്കെ കുറച്ചും കൂടെയൊക്കെ എളുപ്പമായിരിക്കും. നൗ വിൽ ബി ഫോക്കസിങ് ഓൺ സം അഡ്വാൻറ്റേജസ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതുപോലെ തന്നെ കുറച്ച് അഡ്വാൻറ്റേജസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ എന്ന് വെച്ചാൽ ഡെവലപ്മെൻറ്റ് ക്യാൻ ബി ഡിവൈഡഡ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് പ്രോഗ്രാം ഇൻറ്റു സ്മോൾ പ്രോഗ്രാം എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമിനെ സ്പ്ലിറ്റ് ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ആദ്യത്തെ അഡ്വാൻറ്റേജ്. സെക്കൻഡ് വൺ ഈസ് റീഡബിൾ പ്രോഗ്രാംസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സിമ്പിളായിരിക്കും പ്രോഗ്രാം. നമ്മളിപ്പോൾ മോഡുലാർ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ സിമ്പിളായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് നമുക്ക് യൂസർ ഡിഫൈൻ ഫങ്ഷൻസൊക്കെ യൂസ് ചെയ്യാം. യൂസർ ഡിഫൈൻ ഫങ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻസാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന സ്ലൈഡുകളിൽ നോക്കും. അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് എറർ ആർ ഈസി ടു ഡിറ്റക്റ്റ്. അതാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞത്. എറർ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. കാരണം നമ്മൾ ഒരു വലിയ പ്രോഗ്രാമിനെ സ്മോൾ പ്രോഗ്രാം ആക്കുന്നു, അല്ലെങ്കിൽ മോഡ്യൂൾസ് ആക്കി മാറ്റുന്നു. അതിൻ്റെ അകത്താണ് ഫങ്ഷൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ഇനിഷ്യലൈസ് ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് എറർ ഡിറ്റക്റ്റ് ചെയ്യാനും പറ്റും. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അലോ റീയൂസ് ഓഫ് കോഡ്സ് ആണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പ്രോഗ്രാം മോഡ്യൂൾ ഈസ് കേപ്പബിൾ ഓഫ് ബീയിങ് റീയൂസ്ഡ്. ഓക്കെ, ഇൻ എ പ്രോഗ്രാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ക്യാൻ മിനിമൈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് റിഡൻഡൻറ്റ് കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കോഡിങ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇപ്പം വലിയ പ്രോഗ്രാമിനെ നമ്മൾ മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റീയൂസ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ പ്രോഗ്രാമിൽ തന്നെ റീയൂസ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ഒരു സബ് ഡിവിഷൻ, ഇപ്പം സെയിം കോഡ് തന്നെ പിന്നെയും എഴുതേണ്ട കാര്യമില്ല. നമുക്ക് ജസ്റ്റ് ഫങ്ഷൻസൊക്കെ ഡിഫൈൻ ചെയ്ത് മോഡ്യൂളിൽ നിന്ന് ജസ്റ്റ് കോൾ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് റീയൂസ് ഓഫ് കോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇംപ്രൂവ് മാനേജബിലിറ്റി, നമുക്ക് എളുപ്പത്തിൽ മാനേജ് ചെയ്യാനും പറ്റും. കാരണം ഇത് നമ്മൾ മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന വലിയൊരു പ്രോഗ്രാമിനെ, അപ്പോൾ അത് എളുപ്പമാണ്. അതുപോലെ തന്നെ ഈസി ടു കൊളാബറേറ്റും കൂടെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളാബറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമർ ക്യാൻ കൊളാബറേറ്റ് ആൻഡ് വർക്ക് ഓൺ ദ സെയിം ആപ്ലിക്കേഷൻ. അപ്പം നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ഉള്ള ഫെസിലിറ്റി മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നുള്ള അപ്രോച്ച് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. The next topic that we are discussing is functions. അപ്പോൾ ഫങ്ഷൻസ് നമുക്ക് ഓൾറെഡി സം ഓഫ് ദ ഫങ്ഷൻസ് ആർ ഫെമിലിയർ ടു അസ്. അപ്പം ഡെഫിനിഷൻ ഓഫ് ഫങ്ഷൻ എന്താണ്? ഫങ്ഷൻ ഇസ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ടുഗദർ പെർഫോം എ ടാസ്ക് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഡെഫിനിഷൻ. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, എവറി സി പ്രോഗ്രാം ഹാസ് അറ്റ്ലീസ്റ്റ് വൺ ഫങ്ഷൻ വിച്ച് ഈസ് മെയിൻ ആൻഡ് ഓൾ ദ മോസ്റ്റ് ട്രിവിയൽ പ്രോഗ്രാം ക്യാൻ ഡിഫൈൻ അഡീഷണൽ ഫങ്ഷൻസ്. Basically, there are two type of functions, that is standard library function and user defined function. Standard library function എന്ന് വെച്ച് കഴിഞ്ഞാൽ that are built-in function in C programming എന്ന് പറയാം. These functions are defined in header files. അപ്പോൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ചില സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആണ്. നമ്മൾ ഇതുവരെ പ്രോഗ്രാമിംഗ് ചെയ്തപ്പോൾ പ്രിൻ്റ് SQRT, അതുപോലെ strlen എന്നൊക്കെ നമുക്ക് നോക്കി. പ്രിൻ്റ് എന്ന് വെച്ചാൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊരു ഹെഡർ ഫയലായിട്ടുള്ള stdio.h വരുന്നതാണ്. അതുപോലെ തന്നെ RT എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പറാണ്. അതും വരുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫൈൻഡ് ഇൻസൈഡ്
math.h എന്ന് പറയുന്ന ഹെഡർ ഫയലാണ് വരുന്നത്. പിന്നെ സ്ട്രിങ്സ് നമ്മൾ പഠിച്ചപ്പോൾ സ്ട്രിങ് ലെങ്ത് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് strlen, ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ ദ ഹെഡർ ഫയൽ കോൾഡ് string, ദാറ്റ് ഈസ് string.h ഹെഡർ ഫയൽ. അപ്പോൾ ഈ മൂന്നെണ്ണം നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഉള്ള പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ്. അതിനെ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫങ്ഷൻസ് എന്നാണ് ജനറലി പറയുന്നത്. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പ്രോഗ്രാം വിൽ ബി ഈസിയർ ആയിരിക്കും ആൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. മെയിൻ്റനൻസ് ആൻഡ് ഡീബഗിങ് വിൽ ബി ഈസി. റീയൂസബിൾ കോഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ അതർ പ്രോഗ്രാം ഓൾസോ. A large program can be divided into small module, hence a large program can be divided and reused easily in many programs. അപ്പം there are three പാർട്ട് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണുള്ളത്. നമുക്കറിയുന്ന പോലെ തന്നെ ആദ്യം ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യും, അതിനെ പറയുന്ന പ്രോട്ടോടൈപ്പ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഫംഗ്ഷൻ ഡെഫിനിഷൻ നടത്തും. അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും പ്രോഗ്രാമിൽ ഫംഗ്ഷൻ കോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പാണ് ഫംഗ്ഷൻ കോൾ. അപ്പോൾ ഈ 3 സ്റ്റെപ്പാണ് നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിൽ നമ്മൾ ബേസിക്കലി ഫോളോ ചെയ്തിരിക്കുന്ന ഒരു സ്കീം എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഡിക്ലറേഷനാണ്. അപ്പോൾ ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ എന്താണ് നടക്കുന്നത്, ഇറ്റ് സ്പെസിഫൈസ് ഫംഗ്ഷൻ നെയിം, പാരാമീറ്റർ ആൻഡ് റിട്ടേൺ ടൈപ്പ്. അപ്പോൾ അതിൻ്റെ പാരാമീറ്ററും ഫംഗ്ഷൻ നെയിമും അതുപോലെ തന്നെ റിട്ടേൺ ടൈപ്പുമാണ് അതിലുള്ളത്. അതുപോലെ തന്നെ ഇറ്റ് ഡസൻറ്റ് കണ്ടെയ്ൻ ദ ഫംഗ്ഷണൽ ബോഡി. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്. അപ്പോൾ നമ്മൾ സിൻടാക്സ് നോക്കുകയാണെങ്കിൽ റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ അണ്ടർസ്കോർ നെയിം വിത്തിൻ ബ്രാക്കറ്റ് വി ക്യാൻ റൈറ്റ് ലൈക്ക് പാരാമീറ്റർ ലിസ്റ്റ് ആൻഡ് എൻഡ് വിത്ത് എ സെമികോളൻ. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. A function prototype give information to the compiler that function may be later used in the program. അപ്പോൾ പ്രോഗ്രാമിൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുമെന്ന് ഇൻഫോർമേഷൻ കമ്പൈലറിന് കൊടുക്കുകയാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ബേസിക്കലി 2 പോർഷനാണുള്ളത്. ദാറ്റ് ഈസ് ഫംഗ്ഷൻ ഹെഡറും അതുപോലെ തന്നെ ഫംഗ്ഷണൽ ബോഡിയും. സോ ദർ ആർ എ ലോട്ട് ഓഫ് പാർട്ട് ഓഫ് ദ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 4 പാർട്ടാണുള്ളത്. ദാറ്റ് ഈസ് റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻറ്റ്, ഫംഗ്ഷൻ ബോഡി. അപ്പോൾ ഇതാണ് ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷനിലുള്ളത്. റിട്ടേൺ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ മേ റിട്ടേൺ എ വാല്യൂ. ദാറ്റ് മീൻസ് റിട്ടേൺ ടൈപ്പ് ഈസ് ദ ഡേറ്റ ടൈപ്പ് ഓഫ് ദ വാല്യൂ ദ ഫംഗ്ഷൻ റിട്ടേൺസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സം ഫംഗ്ഷൻ പെർഫോം ദ ഡിസൈർഡ് ഓപ്പറേഷൻ വിത്തൗട്ട് റിട്ടേണിങ് എ വാല്യൂ. അപ്പോൾ ആ ഒരു കേസിൽ എന്താണ്, റിട്ടേൺ ടൈപ്പ് ഈസ് ദ കീവേഡ് വോയിഡ്. അപ്പം റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഫംഗ്ഷൻ നെയിമാണ്. ദ ആക്ച്വൽ നെയിം ഓഫ് ദ ഫംഗ്ഷൻ ആണ് ഫംഗ്ഷൻ നെയിം. അത് കഴിഞ്ഞിട്ട് ആർഗ്യുമെൻറ്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷനിൽ. ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുമ്പം when a function is invoked you pass a value to the parameter. This value is referred to as actual parameter or argument. അപ്പോൾ ഇതിനെയാണ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ദെൻ ദ ലാസ്റ്റ് പാർട്ട് ഈസ് ഫംഗ്ഷണൽ ബോഡി. ദ ഫംഗ്ഷണൽ ബോഡി കണ്ടെയ്ൻ എ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഡിഫൈൻ വാട്ട് ദ ഫംഗ്ഷൻ ഡസ്. എന്താണ് ഫംഗ്ഷൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കളക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ സിൻടാക്സ് ഓഫ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ദാറ്റ് ഈസ് റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് വിത്തിൻ ബ്രേസസ്, ബോഡി ഓഫ് ദ ഫംഗ്ഷൻ. അത് കഴിഞ്ഞ് ബ്രേസസ് ക്ലോസ് ചെയ്യുന്നു. അപ്പം ഇതാണ് സിൻടാക്സ് ഓഫ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ കോളാണ്. ഫംഗ്ഷൻ കോളിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കൺട്രോൾ ഓഫ് എ പ്രോഗ്രാം ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ കോളിംഗ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ അതിൻ്റെ സിൻടാക്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫംഗ്ഷൻ നെയിം, ബ്രാക്കറ്റിൻ്റെ അകത്ത് പാരാന്തസിസ് ലിസ്റ്റ്, ദെൻ വി വിൽ ബി എൻഡിങ് ദാറ്റ് വിത്ത് എ സെമികോളൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഫംഗ്ഷൻ കോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ എ പ്രോഗ്രാം കോൾ എ ഫംഗ്ഷൻ, അങ്ങനെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ദ പ്രോഗ്രാം കൺട്രോൾ ഈസ് ട്രാൻസ്ഫർ ടു ദ കോൾഡ് ഫംഗ്ഷൻ. അപ്പം ഇതാണ് ഫംഗ്ഷൻ കോളിൻ്റെ ബേസിക് പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് അടുത്തത്. എ കോൾഡ് ഫംഗ്ഷൻ പെർഫോം എ ഡെഫിനിറ്റ് ഓർ ഡിഫൈൻഡ് ടാസ്ക് ആൻഡ് വെൻ ഇറ്റ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഓർ വെൻ ഇറ്റ്സ് ഫംഗ്ഷൻ എൻഡിങ് ക്ലോസ് ബ്രേസ് ഈസ് റീച്ച്ഡ് ഇറ്റ് റിട്ടേൺ ദ പ്രോഗ്രാം കൺട്രോൾ ബാക്ക് ടു ദ മെയിൻ പ്രോഗ്രാം. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്ത് ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്തതിന് ശേഷം അത് കംപ്ലീറ്റ് ആവുമല്ലോ. വെൻ ഇറ്റ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് എക്സിക്യൂട്ടഡ് എന്നുള്ള കണ്ടീഷൻ എത്തുകയോ അല്ലെങ്കിൽ നമ്മൾ ബ്രേസസ് വെച്ച് ക്ലോസ് ചെയ്യുമല്ലോ, നമ്മുടെ ഒരു ഫംഗ്ഷൻ ഡിഫൈനൊക്കെ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കോൾഡ് ഫംഗ്ഷൻ വിൽ റിട്ടേൺ ദ പ്രോഗ്രാം കൺട്രോൾ ബാക്ക് ടു ദ മെയിൻ പ്രോഗ്രാം. അപ്പോൾ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ മെയിൻ പ്രോഗ്രാമിലേക്ക് റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ കോളിങ്ങിൻ്റെ വേരിയസ് സ്റ്റെപ്പ് എന്നൊക്കെ പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് stdio.h കൊടുത്തു. അത് കഴിഞ്ഞ് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. ദാറ്റ് ഈസ് ഇൻറ്റ് ആഡ് എന്ന് കൊടുത്തു. ആഡ് എന്നുള്ളതാണ് ഫംഗ്ഷൻ. അതിൻ്റെ അകത്ത് ഇൻറ്റ് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് അത് ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഡിക്ലറേഷൻ സ്റ്റേജ് ആണ്. അത് കഴിഞ്ഞ് ഇൻറ്റ് ആഡ്
ഇൻറ്റ് എ ഇൻ ബി ഇൻ സി എന്ന് കൊടുത്തു. അതിന് നമ്മൾ പറയുന്നത് ഡെഫിനിഷൻ എന്നാണ്. വിത്തിൻ ബ്രേസസ് നമ്മൾ സം ചെയ്യാനാണ്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി റിട്ടേൺ സം എന്നിട്ട് ബ്രേസസ് ക്ലോസ് ചെയ്തു. ഇൻറ്റ് മെയിൻ കൊടുത്തു, ബ്രേസസ് ഓപ്പൺ ആക്കിയിട്ട് എക്സും വൈക്ക് ഇസഡിനും വാല്യൂ കൊടുത്തു 10 20 30. എന്നിട്ട് ആഡ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്തു. അപ്പം എന്നിട്ട് അതിനുശേഷം പ്രിൻ്റ് എടുത്തു, റിട്ടേൺ 0 കൊടുത്തു. സോ ദ എക്സ്പെക്റ്റഡ് റിസൾട്ട് ഈസ് 60, ദാറ്റ് ഈസ് 10 + 20 + 30. അപ്പോൾ 60 എന്നൊരു വാല്യൂ കിട്ടി. സോ ദിസ് ഈസ് വൺ ഓഫ് ദ എക്സാമ്പിൾ. Now we will be discussing on return statement based on the above code. ഓക്കെ, നേരത്തെ ചെയ്ത കോഡിനെ ബേസ് ചെയ്ത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അറിയുന്നതാണ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് യൂസ്ഡ് ടു ടെർമിനേറ്റ് ദ എക്സിക്യൂഷൻ ഓഫ് എ ഫംഗ്ഷൻ ആൻഡ് റിട്ടേൺ എ വാല്യൂ ടു ദ കോളിംഗ് ഫംഗ്ഷൻ. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ദ പ്രോഗ്രാം കൺട്രോൾ ഈസ് ട്രാൻസ്ഫർ ടു ദ കോളിംഗ് ഫംഗ്ഷൻ ആഫ്റ്റർ ദ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രോഗ്രാം കൺട്രോൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? കോളിംഗ് ഫംഗ്ഷനിലേക്കാണ് കൊടുക്കുന്നത്. അത് നമ്മുടെ ഈ എബോ എക്സാമ്പിൾ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ദ വാല്യൂ ഓഫ് സം വേരിയബിൾ ഈസ് റിട്ടേൺ ടു ദ മെയിൻ ഫംഗ്ഷൻ. സം എന്ന് പറയുന്ന വേരിയബിളിൽ ഉള്ള വാല്യൂവിനെ റിട്ടേൺ ചെയ്യുകയാണ് മെയിൻ ഫംഗ്ഷനിലേക്ക്. അതുപോലെ തന്നെ RES എന്നുള്ള റിസൾട്ടിൻ്റെ വേരിയബിൾ ഈസ് ഇൻ ദ മെയിൻ ഫംഗ്ഷൻ ഈസ് അസൈൻ ടു ദിസ് വാല്യൂ. അതാണ് നേരത്തെ എക്സാമ്പിളിൽ നടന്നത്. അപ്പോൾ ജസ്റ്റ് ഗോ ആൻഡ് ക്രോസ് ചെക്ക് ദ കോഡ്. Now we will be moving to a new topic called formal and actual parameter. Before going to the details of these terminologies, we have to define some common terms which is used in the function. Suppose a function called b is called from a function A. In this case, A is called caller function and B is called called or callee function. Also, the argument which A sent to B are also called actual argument and the parameter of B is called formal argument. So this is the difference between formal and actual argument. Now we will be coming to formal parameter and actual parameter. Formal parameter is a variable and its type as they appear in the prototype of a function or method. അപ്പം ഒരു വേരിയബിളോ അതിൻ്റെ ടൈപ്പോ ദാറ്റ് അപ്പിയർ ഓൺ ദ പ്രോട്ടോടൈപ്പ് ഓഫ് എ ഫംഗ്ഷനെ നമുക്ക് ഫോർമൽ പാരാമീറ്റർ എന്ന് പറയാം. ആൻഡ് ആക്ച്വൽ പാരാമീറ്റർ ഇസ് ദ വേരിയബിൾ ഓർ എക്സ്പ്രഷൻ കറസ്പോണ്ട് ടു എ ഫോർമൽ പാരാമീറ്റർ ദാറ്റ് അപ്പിയർ ഇൻ ദ ഫംഗ്ഷൻ ഓർ മെത്തേഡ് ഇൻ ദ കോളിംഗ് എൻവയോൺമെൻറ്റ്. Pass by value is a new topic and it's a parameter passing technique. A copy of actual parameter is passed to formal parameter. As a result, any change or modification happened to formal parameter won't reflect back to actual parameter. This can be explained with an example of swapping program that we'll be discussing now. ഇതൊരു സ്വാപ്പിങ്ങിൻ്റെ പ്രോഗ്രാമാണ്. ആക്ച്വലി നമ്മൾ ഹാഷിങ്ങിലൂടെ stdio.h കൊടുത്തു, ഇൻറ്റ് സ്വാപ്പ്, ഇൻറ്റ് എ ഇൻറ്റ് ബി എന്ന് കൊടുത്തു. അത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാരാന്തസിസ് ഓപ്പൺ ചെയ്തിട്ട് അത് ഡെഫൈൻ ചെയ്തു. ഇൻറ്റ് ടെംപ് എ ഈക്വൽ ടു എ ഈക്വൽ ടു ബി ഈക്വൽ ടു ടെംപ് എന്ന് കൊടുത്തു. വോയിഡ് മെയിൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് വിത്തിൻ ബ്രേസസ് നമ്മൾ എക്സും വൈയും ഇനിഷ്യലൈസ് ചെയ്തു. പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് എൻ്റർ ദ നമ്പർ എന്ന് പറയും. നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ എക്സും വൈയിലും സ്റ്റോർ ചെയ്യും. ബിഫോർ സ്വാപ്പിംഗ് നമ്മൾ പ്രിൻറ്റ് ചെയ്തെടുക്കും. എക്സ് വൈ നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ തന്നെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അത് കഴിഞ്ഞ് ആഫ്റ്റർ സ്വാപ്പിംഗ് എക്സ് വൈ തന്നെ തിരിച്ച് പ്രിൻറ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കോഡ്. പക്ഷേ ഇത് റൺ ചെയ്യുമ്പോൾ ബിഫോർ സ്വാപ്പിംഗ് ആഫ്റ്റർ സ്വാപ്പിംഗ് ഒരേപോലെയാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് എൻ്റർ ടു വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ 10 നും 20 കൊടുത്തു. ബിഫോർ സ്വാപ്പിങ്ങും 10 നും 20 എന്ന് കാണിക്കുന്നു, ആഫ്റ്റർ സ്വാപ്പിങ്ങും 10 നും 20 എന്ന് കാണിക്കുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറിങ് സ്വാപ്പ് കോൾ എ കോപ്പി ഓഫ് ആക്ച്വൽ പാരാമീറ്റർ ആർ ക്രിയേറ്റഡ് ആൻഡ് ചേഞ്ചസ് ആർ മെയ്ഡ് ഓൺ ദ that particular copy. So the value of x and y does not change. അപ്പോൾ അതാണ് അതിൻ്റെ റീസൺ. അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇനി ഓരോ സ്ലൈഡിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മുടെ എക്സിനും വൈക്കും വാല്യൂ എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ 10 നും 20 എൻ്റർ ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് ഡ്യൂറിങ് സ്വാപ്പ് ഓൾ എ കോപ്പി ഈസ് ക്രിയേറ്റഡ് ആൻഡ് പാസ് ടു ദ ഫോർമൽ പാരാമീറ്റർ എന്ന് വെച്ചാൽ എക്സും വൈക്കും ഒരു മാറ്റവും വരാതെ എയും ബി എന്നും പറഞ്ഞിട്ട് സെയിം സാധനം തന്നെ കോപ്പി ചെയ്ത് വയ്ക്കും. എക്സും വൈയിൽ എന്ത് നമ്മൾ എൻ്റർ ചെയ്യുന്നു അത് തന്നെ എയും ബിയിലും കോപ്പി ചെയ്ത് വയ്ക്കും. ആഫ്റ്റർ സ്വാപ്പ് കോൾ ഫോർമൽ പാരാമീറ്റർ ഗെറ്റ് സ്വാപ്ഡ് ബട്ട് ആക്ച്വൽ പാരാമീറ്റർ ഡസ് നോട്ട് ചേഞ്ച്. അതുകൊണ്ടാണ് നമുക്ക് റിസൾട്ട് ആഫ്റ്റർ സ്വാപ്പിംഗ് ബിഫോർ സ്വാപ്പിംഗ് സെയിം കിട്ടുന്നത്. Now we will discuss the different type of user defined function. അതിൽ ആദ്യത്തെ കേസ് എന്ന് വെച്ചാൽ നോ ആർഗ്യുമെൻറ്റ് പാസ്ഡ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിളാണ്. ഒരു പ്രോഗ്രാം നമ്മൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഓഫ് കോഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ വോയിഡ് ആഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗ്ഷനാണ്. അതിൻ്റെ ബ്രേസസിൻ്റെ അകത്ത് നമ്മളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ കോഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഒരു ആർഗ്യുമെൻറ്റ് നമ്മൾ തിരിച്ച് പാസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സാധാരണ കാണുന്ന റിട്ടേൺ 0 എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ നിർത്തുന്നത്. അതുപോലെ തന്നെ റിട്ടേൺ ചെയ്യുന്നില്ല ഈ കോഡിൻ്റെ അവസാനം. അതാണ് ഫസ്റ്റ് ടൈപ്പ്. സെക്കൻഡ് ടൈപ്പ് എന്ന് വെച്ചാൽ നോ ആർഗ്യുമെൻറ്റ് പാസ് ബട്ട് റിട്ടേൺ വാല്യൂ. ഇതിൻ്റെ അവസാനത്തെ കോഡിൻ്റെ അകത്ത് നോക്കുമ്പോൾ അറിയാം ബ്രാക്കറ്റിന് മുന്നേ റിട്ടേൺ സം എന്നുള്ള സ്ഥലം നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എക്സാമ്പിളിനെ നോ ആർഗ്യുമെൻറ്റ് പാസ് ബട്ട് റിട്ടേൺ വാല്യൂ എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ്. ഇനി ഒരു മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്.
ദാറ്റ് ഈസ് ആർഗ്യുമെൻറ്റ് പാസ്ഡ് ബട്ട് നോ റിട്ടേൺ വാല്യൂ. ഈ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഫംഗ്ഷൻ ദാറ്റ് ടേക്ക് 2 ആർഗ്യുമെൻറ്റ്സ് ആൻഡ് പ്രിൻറ്റ് ദെയർ സം എന്നാണ്. അപ്പം നമ്മൾ വോയിഡ് ആഡ് എന്നുള്ള ഫംഗ്ഷനിൽ ഇൻ എ ഇൻ ബി രണ്ട് സാധനമുണ്ട്, രണ്ട് ആർഗ്യുമെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ അത് നമ്മൾ ഡിഫൈൻ ചെയ്തു, എന്നിട്ട് എന്താണ് പ്രിൻറ്റ് ദെയർ സം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നുണ്ട്, ബട്ട് റിട്ടേൺ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിലില്ല. ഇനി ഒരു ഫോർത്ത് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർഗ്യുമെൻറ്റ് പാസ്ഡ് വിത്ത് റിട്ടേൺ വാല്യൂ. ഇതിൽ ആർഗ്യുമെൻറ്റും പാസ് ചെയ്യുന്നുണ്ട്, റിട്ടേൺ വാല്യൂവും പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തം ടോട്ടൽ 4 ടൈപ്പ് ഓഫ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസാണ് നമ്മൾ ഇപ്പോൾ നോക്കിയത്. അതിൻ്റെ പല വെറൈറ്റീസ്, ആർഗ്യുമെൻ്റ് ഉണ്ടോ അതോ റിട്ടേൺ വാല്യൂ ചെയ്യുന്നുണ്ടോ എന്നുള്ള ബേസിസിൽ 4 രീതിയിലാണ് നമ്മൾ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസിന് സാധാരണഗതിയിൽ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. വി ആർ മൂവിങ് ടു എ ന്യൂ എക്സാമ്പിൾ, എ ന്യൂ കോഡ് ടു ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. ഈ ഒരു പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ fact int n എന്നുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. if the condition n equal to 0, the function recursively, that means multiple time it will call itself with n minus 1 as argument and multiply n with the result of recursive call. This process continue until n is equal to 0. In the int main function, the user is prompted to enter the number and it is scanned, that is and n, and later it is been printed as factorial of factorial, that is fact n, and we will be stopping the code. When you run the code, the computer will prompt us to enter the number, just like say like 5, the factorial is 120. So this is the output. Now we will discuss about the passing an array as parameter, how that is been done in C programming. Like the value of symbol variable, it is also possible to pass the value of an array to a function. ഈ ഒരു കേസിൽ അറേ നെയിം നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നതിന് ഒരു സബ്സ്ക്രിപ്റ്റോ അതുപോലെ തന്നെ സൈസ് ഓഫ് ദ അറേയോ ആവശ്യമില്ല. അപ്പം അങ്ങനെ തന്നെ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും, അറേ നെയിം ആയിട്ട് തന്നെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. For that some rule is there. The first rule is that the function must be called by passing only the name of the array. ഇതിൻ്റെ അർത്ഥം ഫംഗ്ഷൻ കോളിംഗ് നടത്താൻ വേണ്ടി അറേയുടെ നെയിം മാത്രം മതി. And second point is that in function definition, formal parameter must be an array type. Size of the array does not need to be specified. Array type മാത്രം മതി, സൈസ് അതിനത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. And third one is the function prototype must show that the argument is an array. അപ്പം ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് മസ്റ്റ് ഷോ ദാറ്റ് ആർഗ്യുമെൻറ്റ് ഒരു അറേ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ബേസിക് റൂൾസ് എന്ന് പറയുന്നത്, ഹൗ ടു പാസ് ആൻ അറേ ടു ഫംഗ്ഷൻ. നമുക്കൊരു പ്രോഗ്രാം നോക്കാം. മെട്രിക്സിൻ്റെ ഓരോ റോയും സോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഒരു മെട്രിക്സ് എൻ്റർ ചെയ്യാൻ പറയണം. അതിൻ്റെ ഓരോ ഇപ്പോൾ 2x2 മെട്രിക്സ് ആണെങ്കിൽ ആദ്യത്തെ റോ സോർട്ട് ചെയ്യണം, രണ്ടാമത്തെ റോ സോർട്ട് ചെയ്ത് വരണം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കൺസെപ്റ്റിൽ. വിൽ ബി ഡൂയിങ് വൺ എക്സാമ്പിൾ. നമ്മൾ ഈ കാണുന്ന കോഡ് എഴുതുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെട്രിക്സ് നമ്മുടെ അടുത്ത് എൻ്റർ ചെയ്യാൻ പറയും. ആ എൻ്റർ ചെയ്യുന്ന മെട്രിക്സിൻ്റെ റോ വൈസ് നമ്മൾ സോർട്ട് ചെയ്യണം, ഈച്ച് എലമെൻറ്റ് സോർട്ട് ചെയ്യണം. അതിനാണ് നമ്മൾ ഈ കോഡ് എഴുതുന്നത്. അപ്പോൾ stdio.h എന്ന് വെച്ചാൽ printf scanf ഉള്ള ഹെഡർ ഫയലാണ്. വോയിഡ് സോർട്ട് ഇൻറ്റ് എന്നൊക്കെ കാണുന്ന ആ സ്റ്റെപ്പിലുള്ളതാണ് നമ്മൾ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ് സോർട്ടിംഗ് ഫംഗ്ഷനാണ് ആ കാണുന്ന ലൈനിലുള്ളത്. ആ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർ ലൂപ്പും ഒക്കെ എന്താണ് സോർട്ടിംഗ് ബബിൾ സോർട്ട് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ട്രൈ ടു റൈറ്റ് ഈച്ച് സ്റ്റെപ്പ് ഓഫ് ദിസ് കോഡ് അലോങ് വിത്ത് മീ. ആൻഡ് വൺ തിങ് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ മെയിൻ ഫംഗ്ഷനുണ്ട്. അപ്പോൾ ഈ കോഡ് നിങ്ങൾ എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മെയിൻ ഫംഗ്ഷൻ്റെ അത് ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതിൻ്റെ അകത്താണ് നമ്മൾ വേരിയബിൾ ഡിക്ലറേഷൻ ചെയ്യുന്നതും ഇൻപുട്ട് മെട്രിക്സ് ചെയ്യുന്നതും അതുപോലെ എലമെൻറ്റ് ഓഫ് ദ മെട്രിക്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ കോഡൊന്ന് നിങ്ങൾ നോട്ടിൽ എഴുതി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഗോ ത്രൂ ദാറ്റ് കോഡ്. നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഓർഡർ ചോദിക്കുക. അപ്പോൾ 2 കൊടുക്കുക. അപ്പം 2x2 മെട്രിക്സ് ആണ് നമുക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എലമെൻറ്റ്സ് ഓഫ് ദ പൊസിഷൻ 1 1 കൊടുത്തു, 1 2 ഒക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ അത് കൊടുക്കുക, 2 1 2 2 കൊടുക്കുക. അപ്പോൾ എന്നിട്ട് സോർട്ടഡ് മെട്രിക്സ് റോ വൈസ് സോർട്ടിംഗ് ആയിട്ട് നടക്കുക. നമ്മൾ കൊടുത്ത എലമെൻറ്റ് സോർട്ടഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഓപ്പറേഷൻസ് ചെയ്യുന്നത്.